ദുബായിൽ നിന്ന് വരുന്ന മലയാളികളുടെ കുടലിൽ എന്തോ സ്പെഷ്യൽ തരം ഫംഗസ് ഉണ്ട്. അതുകൊണ്ടാണ് താരം വരുന്നതെന്ന് ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നുണ്ട്. ചുമ്മാ വെറുതെയാണ്. അതിപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചിടിച്ചു കഴിഞ്ഞാൽ ചാവിട്ടാണല്ലോ ഓണാക്കുക. അപ്പോൾ ആ ചാവിനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന അതേ അവസ്ഥയാണ്. നമ്മുടെ തലയിൽ താരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ നിന്ന് വരുന്ന ഓയിൽ, സ്വെറ്റ്, അത് വിയർപ്പ്, അതേപോലെ തന്നെ അതിൽ നോർമൽ ഫംഗസ്, ഇതെല്ലാം കൂടി മിക്സായിട്ട് വരുമ്പോഴാണ് ഈ താരൻ വന്നിട്ട് നമുക്ക് ഈ ചൊറിഞ്ഞ് പൊടിഞ്ഞ് നമ്മുടെ ഷോൾഡേഴ്സിലൊക്കെ വരുന്നത് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഈ താരൻ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ശരിയില്ലാന്നുണ്ടെങ്കിൽ വരും, സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വരും, നമ്മുടെ ഫുഡ് ശരിയില്ലാന്നുണ്ടെങ്കിൽ വരും, നമ്മുടെ തലയുടെ സ്കാൽപ്പ്, നമ്മുടെ ഈ മുടി, ഇതൊക്കെ ഒന്ന് ഷാംപൂയിങ്ങും കണ്ടീഷണറും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും. അപ്പം നമ്മുടെ പ്രൈമറി പ്രശ്നങ്ങളായിട്ടുള്ള ഈ വിഷയങ്ങൾ നമ്മൾ ആദ്യം കൺട്രോൾ ചെയ്യുക. സ്ലീപ്പ്, അത് ചിലപ്പം ദുബായിലുള്ള ആൾക്കാർക്ക് യാത്ര കൂടുതലും ജോലി തിരക്ക് കാരണം ചിലപ്പോൾ ഉറക്കം കറക്റ്റ് കിട്ടാറില്ല, ലേറ്റ് നൈറ്റൊക്കെ ഉറങ്ങാറുണ്ട്. രണ്ടാമത് ഈ ചൂട് കാരണം, നല്ല ചൂടൊക്കെ വന്നു കഴിഞ്ഞാൽ വിയർപ്പ് കൂടും. അപ്പോൾ വിയർപ്പ് കൂടി കഴിഞ്ഞാൽ വീണ്ടും താരൻ്റെ പ്രശ്നം വന്നു. അതേപോലെ തന്നെ അവിടെ ഫുഡിൻ്റെ കാര്യങ്ങളും ചിലപ്പോൾ എല്ലാം ഹോംലി ഫുഡോ നല്ല ഫുഡ് ആവണമെന്നില്ല, ആ ഫുഡിൻ്റെ പ്രശ്നം കൊണ്ടും വരാം. അതേപോലെ തന്നെയാണ് പ്രോപ്പറായിട്ട് ഷാംപൂയിങ്ങും കണ്ടീഷനും ചെയ്യാത്ത ആൾക്കാരിലും. അപ്പം നമ്മുടെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യുക, അല്ലാതെ ഉള്ളി എടുത്തിട്ട് അരച്ച് തലയിൽ തേക്കുക, നാരങ്ങ ഉപയോഗിക്കുക, ഇങ്ങനെയൊന്നല്ല. നമ്മളത് പ്രോപ്പർ റുട്ടീനായിട്ട് പ്രോപ്പറായിട്ടുള്ള ഷാംപൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താരനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.